ഇപ്പം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് എന്താ വന്നതെന്ന് ഞാൻ പറയട്ടെ. BB7 കണ്ടസ്റ്റന്റ് സാബുമാൻ എൻ്റെ പേജിൽ എങ്ങനെയാണ് വന്നതെന്നുള്ളതല്ലേ. ഞാൻ 2 വർഷം മുമ്പ് യൂട്യൂബ് പേജ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം അടുത്ത കാലത്തായിട്ട് ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അതിനൊക്കെ മുമ്പേ ഞാൻ ഒരു ഹോം ബേക്കറായിരുന്നു. അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വിബ് ബേക്ക് ഹൗസ് എന്നൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോൾ ആ പേജ് തീരെ ആക്റ്റീവ് അല്ല കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ സ്റ്റോറി ഇടാൻ മാത്രമാണ് ഞാൻ ആ പേജ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാബുമാൻ്റെ വോയിസ് ഞാൻ ആഡ് ചെയ്യുന്നില്ലെങ്കിലും ഈ വീഡിയോയുടെ അവസാനം എൻ്റെ കേക്കിനെ പറ്റി സാബുമാൻ റിവ്യൂ പറയുന്നതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോം ബേക്കർ ആയിരിക്കുമ്പോൾ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോം ബേക്കേഴ്സ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ജെനുവിനായിട്ട് റിവ്യൂ ചെയ്യുന്ന ആരെങ്കിലും അന്വേഷിച്ചപ്പോഴാണ് ഞാൻ സാബുമാൻ്റെ പേര് അറിയുന്നത്. അങ്ങനെ ഞാൻ സാബുമാനെ പരിചയപ്പെട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് ഞാൻ 4 കേക്ക് കൊണ്ട് കൊടുത്തു. കുറേ വർഷങ്ങളായിട്ട് ഈ ഫുഡ് വ്ളോഗിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പരിചയമുള്ള ബേക്കേഴ്സൊക്കെ ഉണ്ട്, ഹോം ബേക്കേഴ്സ്. പക്ഷേ എന്നിട്ടും അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും മേടിക്കാതെ വളരെ നല്ലൊരു റിവ്യൂ എനിക്ക് തന്നു എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും പേരൻസിനെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ. ഇപ്പം ഞാൻ ഹോം ബേക്കിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ കേക്കിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ടോ എൻ്റെ പേജ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇത് ജെനുവിനായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. എനിക്ക് ബിഗ് ബോസ് ഗെയിമിനെ പറ്റി കാര്യമായിട്ടൊന്നും എനിക്കറിയത്തില്ല, വല്ലപ്പോഴും കാണുമെന്നല്ലാതെ. പക്ഷേ 2-3 പ്രാവശ്യം ഞാൻ ഇടപെട്ടെടുത്തോളം ഇദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരൻസും. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇദ്ദേഹത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കല്ലേ. Oh, foodies, we got a chance to try out some cakes from the Bib Bakehouse. We had their coffee cake with mocha buttercream. It was topped with some sweet edible embellishments. Let's see how the inside looks like. It had that rich coffee flavor to it, but the sugar rush is guaranteed because of the buttercream. Nonetheless, coffee lovers would enjoy this. Then we had their carrot loaf cake, which was dusted with some powdered sugar, and it was filled with some carrot shreds and nuts. A pretty neat cake with a spongy texture, which was soft with the right amount of sweetness. Thank you, Bib Bakehouse. Check it out, foodies.